തിരുവനന്തപുരം സെൻട്രൽ സീറ്റിനായി കോൺഗ്രസിലും യു.ഡി.എഫിലും ചേരിതിരിഞ്ഞ തർക്കം. പാർട്ടി സീറ്റ് സി.പി. ജോണിന് നൽകുമെന്ന് വി.ഡി. സതീശൻ. അതൃപ്തി അറിയിച്ച് കോൺഗ്രസ് നേതാക്കൾ. മത്സരിക്കാൻ ഉറച്ച് മുൻ മന്ത്രി വി.എസ്. ശിവകുമാറും മണക്കാട് സുരേഷും രംഗത്ത്. സോഷ്യൽ മീഡിയ വഴി സൈബർ ഗ്രൂപ്പുകൾ ചേരിതിരിഞ്ഞ് പോരാട്ടം തുടങ്ങി. നൃപൻ ചേരുകയാണ്. നൃപൻ, കോൺഗ്രസിലെ ആഭ്യന്തര കലഹത്തിന് കുറവൊന്നുമില്ല. എന്തൊക്കെയാണ് തിരുവനന്തപുരത്തെ വിശദാംശം? തീർച്ചയായും ഈ സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, മുന്നണിയുമായി ബന്ധപ്പെട്ട ആശയവിനിമയങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പല സ്ഥലങ്ങളിലും വലിയ തരത്തിലുള്ള ചേരിപ്പോരും പരസ്പരമുള്ള ഏറ്റുമുട്ടലുകളും ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ചിറയൻകീഴ് മണ്ഡലത്തെ ചൊല്ലി അവിടെ സംവരണ സീറ്റാണ്. അവിടെ രമ്യ ഹരിദാസിനെ കെട്ടിയിറക്കാനുള്ള ശ്രമം ഒരു വിഭാഗം ആരംഭിച്ചതോടെ തന്നെ കോൺഗ്രസിലെ ദളിത് വിഭാഗം നേതാക്കൾ ശക്തമായി രംഗത്ത് വരികയും രമ്യ ഹരിദാസിനെ KPCC ആസ്ഥാനത്ത് വെച്ച് വളഞ്ഞു വെച്ച് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. പരസ്യമായി നിങ്ങൾ ഏകപക്ഷീയമായി സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള ശക്തമായ പ്രതിഷേധം, പരസ്യമായി തടയുന്ന ആ പ്രതിഷേധം ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന സൂചനകൾ അതിൻ്റെ ദളിത് വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ മുൻ KPCC വൈസ് പ്രസിഡന്റ് അതിൻ്റെ നേതൃത്വത്തിൽ തന്നെ അവരുടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന ഒരു വിവരമാണ് നമ്മൾ കൈരളി ന്യൂസിലെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരത്തെ സെൻട്രൽ സീറ്റിൽ നേരത്തെ കഴിഞ്ഞ 4 തവണയായി കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റാണ്. അതിൽ 2 തവണ കഴിഞ്ഞ തവണയാണ് കോൺഗ്രസ് പരാജയപ്പെട്ടത്. അതിന് മുൻപ് 2 തവണ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. ആ സീറ്റ് CMBക്ക് നൽകാൻ വേണ്ടി വി.ഡി. സതീശൻ CMBയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ജോണിന് ഉറപ്പ് നൽകിയെന്നതാണ് ലഭിക്കുന്ന വിവരം. ഈ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രഹസ്യമായി മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അദ്ദേഹം സോഷ്യൽ മീഡിയ വഴി വേണ്ട പ്രവർത്തനങ്ങൾ ആ മണ്ഡലം കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. അങ്ങനെ സൈബർ ഗ്രൂപ്പുകളെ രംഗത്തിറക്കിയിട്ടുള്ള വ്യാപകമായി CP ജോണ് അവിടെ മത്സരിക്കും. തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് ഇത്തവണ CMBക്കാണ് എന്ന തരത്തിലുള്ള പ്രചരണം ആരംഭിച്ചു. പക്ഷേ ഇത് വി.ഡി. സതീശൻ KPCCയുമായോ ഒരു DCC നേതൃത്വമായോ UDF നേതൃത്വമായ ഒരു തരത്തിലുള്ള ആശയവിനിമയം നടത്താതെ വി.ഡി. സതീശൻ നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് CP ജോൺ ഇത്തരത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് എന്നതാണ് ലഭിക്കുന്ന വിവരം. ഇതറിഞ്ഞതോടുകൂടി കോൺഗ്രസിലെ തലസ്ഥാന ജില്ലയിലെ നേതാക്കളും മുതിർന്ന നേതാക്കളും വലിയ ശക്തമായ പ്രതിഷേധം നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരിക്കലും കോൺഗ്രസ് കഴിഞ്ഞ 4 തവണയായി മത്സരിക്കുന്ന സീറ്റിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ച ഒരു സീറ്റ് ഒരു കാരണവശാലും CMBക്ക് നൽകാൻ കഴിയില്ല. മാത്രമല്ല, അങ്ങനെ ഒരു ചർച്ച DCCയോ KPCCയോ UDF നടത്തുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയാണ് വി.ഡി. സതീശൻ CP ജോണിന് ഉറപ്പ് നൽകിയത് എന്നതാണ് ഒരു ചോദ്യം. വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി CP ജോണിനെ മത്സരിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു സീറ്റ് നൽകാനാകില്ല എന്നതാണ്. മാത്രമല്ല, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗമായിട്ടുള്ള വി.എസ്. ശിവകുമാർ മുൻ മന്ത്രി കൂടിയാണ്. അദ്ദേഹം അവിടെ മത്സരിക്കാൻ ഉറച്ച് രംഗത്തുണ്ട്. ഒപ്പം തന്നെ KPCCയുടെ ജനറൽ സെക്രട്ടറിയും KC വേണുഗോപാലിൻ്റെ വിശ്വസ്തനുമായിട്ടുള്ള മണക്കാട് സുരേഷ് അവിടെ ആ സീറ്റ് ലക്ഷ്യമിട്ട് നേരത്തെ തന്നെ പ്രവർത്തന രംഗത്ത് സജീവമായിട്ട് അദ്ദേഹം അവിടെ ഉണ്ട്. മാത്രമല്ല, KC വേണുഗോപാലിൻ്റെ ഏറ്റവും സന്തത സഹചാരിയായിട്ടുള്ള നേതാവാണ് അദ്ദേഹം. പലതവണ പല സീറ്റുകളിലും പരിഗണിക്കപ്പെടുകയും അവസാന നിമിഷം ഒഴിവാക്കപ്പെടുകയും ചെയ്ത നേതാവാണ്. അദ്ദേഹത്തിന് ഇത്തവണ സീറ്റ് നൽകണം, തിരുവനന്തപുരം താൻ മത്സരിക്കുമെന്ന് നേതാക്കളെ നേരത്തെ തന്നെ അറിയിച്ചൊരു നേതാവാണ്. ഒപ്പം തന്നെ ശരത്ചന്ദ്ര പ്രസാദിനും ആ സീറ്റിൽ കണ്ണുണ്ട്. അങ്ങനെ കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കൾ മത്സരിക്കാൻ താല്പര്യപ്പെടുന്ന ആ സീറ്റ് ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു സീറ്റ് CMBക്ക് എങ്ങനെ നൽകാൻ കഴിയുമെന്ന ചോദ്യമാണ്. ഇത് ശക്തമായതോടെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇരുചേരിയായി തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേതാക്കൾ CP ജോണിനെ വിളിക്കൂ, തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം CMBക്ക് നൽകൂ എന്ന ഒരു ക്യാമ്പയിൻ ഒരു ഭാഗത്ത് നടത്തുന്നു. ശിവകുമാറിന് അനുകൂലമായി മറുഭാഗം നടത്തുന്നു. കോൺഗ്രസിനുള്ളിൽ തന്നെ ഈ നേതാവിന് വരികയാണെങ്കിൽ തീർച്ചയായും തോൽക്കും, അതുകൊണ്ട് CP ജോണിനെ മത്സരിപ്പിക്കണമെന്ന് ഒരു ഭാഗം കോൺഗ്രസിനകത്ത് അഭിപ്രായം ഉണ്ടാകുന്നു. അങ്ങനെ പലതരത്തിലുള്ള ചേരിപ്പോര്. ഈ ചേരിപ്പോര് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വ്യക്തിപരമായ ആക്രമണത്തിലേക്കും വളരെ മോശം പരാമർശത്തിലേക്കും കാര്യങ്ങൾ പോയി. അങ്ങനെ നേതാക്കളെ വ്യക്തിപരമായി പരിഹസിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും കോൺഗ്രസിൻ്റെ തന്നെ സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ പരസ്പര നേതാക്കൾ വിവിധ നേതാക്കളുടെ പോസ്റ്റുകളിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ DCC നേതൃത്വത്തിനും KPCC നേതൃത്വത്തിനും ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തിയുണ്ട്. ഇതെന്തുകൊണ്ട് ഇങ്ങനൊരു ചർച്ച ആരംഭിച്ചു എന്നതാണ്. മുന്നണി പോലും ചർച്ച ചെയ്യുന്നതിന് മുമ്പേ എങ്ങനെ CP ജോൺ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ മാറി, എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എന്ന അത്തരത്തിലൊരു ഉറപ്പ് CP ജോണിന് നൽകിയത് എന്നതാണ്. CMB ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചോദിച്ചിട്ടുള്ളത്
പഴയ പാലക്കാട് മത്സരിച്ച നെന്മാറ സീറ്റ് അവർക്ക് വേണ്ട. CP ജോൺ മത്സരിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് വേണം. നെന്മാറയ്ക്ക് പകരം കുന്നമംഗലം സീറ്റ് നൽകണം എന്നതാണ് CMB ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ കാര്യങ്ങളിൽ ആവശ്യം ഉന്നയിച്ചതല്ലാതെ UDF ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ ഈ തീരുമാനത്തിന് മുമ്പ് തന്നെ പല വേദികളിലും VD സതീശൻ ഇത്തവണ CP ജോണിനെ സുരക്ഷിതമായ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുമെന്നും ഉറപ്പായി നിയമസഭയിൽ കൊണ്ടുവരുമെന്ന ഉറപ്പ് CMBയുടെ തന്നെ വിവിധ പരിപാടികളിൽ ME രാഘവന്റെ അനുസ്മരണ പരിപാടികളിലൊക്കെ അദ്ദേഹം തുടർച്ചയായി പ്രസംഗിക്കുന്നുണ്ട്. വ്യക്തിപരമായി CP ജോണിനുമായുള്ള വ്യക്തിബന്ധം കാരണം കോൺഗ്രസിന് പ്രധാന നേതാക്കൾ മത്സരിക്കാൻ സാധ്യതയുള്ള അവർ ഉറപ്പിച്ചു വച്ചിട്ടുള്ള സീറ്റിലേക്ക് എന്തുകൊണ്ട് CMBക്ക് സീറ്റ് നൽകുന്ന ഉറപ്പ് VD സതീശൻ നൽകി എന്നതാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ചോദിക്കുന്നത്. അങ്ങനെ വലിയ തരത്തിലുള്ള തർക്കമാണ് ഈ ചിറയൻകീഴ് മണ്ഡലത്തിന് പിന്നാലെ തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്നത്. ഷമ്മി, നിർഭൻ, ഈ തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് എങ്ങനെയാണ് കോൺഗ്രസിന് ഉറപ്പുള്ള ഒരു സീറ്റായിട്ട് അവർക്ക് കണക്കാക്കാൻ കഴിയുന്നത്? ആന്റണി രാജു ഏതാണ്ട് 16,000 വോട്ടിന് ജയിച്ചു വന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം സെൻട്രൽ. മുൻകാലങ്ങളിൽ അവർ ജയിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണെങ്കിൽ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ശക്തമായ സാന്നിധ്യമുള്ള ഉറപ്പുള്ള ഒരു സീറ്റാണ് തിരുവനന്തപുരം സെൻട്രൽ. തീർച്ചയായും. കാരണം ഇടതുപക്ഷത്തിന് വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള മണ്ഡലങ്ങളിലൊന്നാണ് തിരുവനന്തപുരം സെൻട്രൽ. കാരണമല്ല, പഴയതുപോലെയല്ല, വിഴിഞ്ഞം പദ്ധതിക്കൊക്കെ ശേഷം വലിയ തരത്തിലുള്ള വികസന സാധ്യതയും തീരദേശ പ്രദേശങ്ങളിലൊക്കെ ഇടതുമുന്നണിക്ക് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമായി തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം മാറിയിട്ടുണ്ട്. ഒപ്പം തന്നെ ത്രികോണ മത്സരത്തിന് വലിയ സാധ്യതയുള്ള മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP അവരുടെ സീറ്റ് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം മണ്ഡലത്തിൽ വിജയം LDFനാണ് കഴിഞ്ഞ തവണ ഉണ്ടായത്. അതിൽ വലിയ രാഷ്ട്രീയ മാറ്റം തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉണ്ടായിട്ടുമില്ല. ഒപ്പം തന്നെ നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സിറ്റിംഗ് അവരുടെ അവസാനം മത്സരിച്ചു പരാജയപ്പെട്ടു എങ്കിലും അങ്ങനെ അവസാനം മത്സരിച്ച സീറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സീറ്റുകൾ നിർണ്ണയിക്കുക. അങ്ങനെ ഒരു സീറ്റ് നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് CMBക്ക് വച്ചുമാറാൻ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം തിരഞ്ഞെടുത്തു എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. പക്ഷേ ആ ചോദ്യത്തിന് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തെ നേതാക്കൾ ചോദിക്കുന്നതിന് ഒരു ന്യായമുണ്ട്. അങ്ങനെ പകരം എന്തുകൊണ്ട് CMBക്ക് സീറ്റ് നൽകൂ എന്ന തരത്തിലുള്ള ചർച്ചകൾ എവിടെ നിന്ന് തുടങ്ങിയെന്ന ചോദ്യം, അത് VD സതീശൻ CP ജോണിന് നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വന്നത്. ഒപ്പം തന്നെ CMB ആവശ്യപ്പെടുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത്, ME രാഘവൻ തിരുവനന്തപുരത്ത് മത്സരിച്ച് CMBയുടെ ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. അദ്ദേഹം തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലം വിട്ട് മറ്റു മണ്ഡലത്തിലേക്ക് മാറുകയാണ് ചെയ്തത്. അതുകൊണ്ട് അവസാന CMB ജയിച്ച സീറ്റാണ്, തോറ്റ സീറ്റല്ല. അതുകൊണ്ട് CMBക്ക് അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കാനുള്ള അവകാശമുണ്ട് എന്ന കാര്യമാണ് CMB മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ മുന്നണിയിലെ 2 പ്രബല കക്ഷികൾ, കോൺഗ്രസ് എന്ന പ്രബല കക്ഷിയും മുന്നണി നയിക്കുന്ന കക്ഷിയും ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക അടക്കം തീരുമാനിക്കുന്ന VD സതീശനുമായിട്ട് ഏറ്റവും അടുപ്പമുള്ളൊരു നേതാവ് കൂടിയാണ് CMBയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ജോൺ. അവർ തമ്മിലുള്ള തർക്കമായി ഇത് മാറുന്നു. ആ തർക്കത്തിൽ VD സതീശൻ ഒരു ഭാഗത്തിൻ്റെ ചേരിയായി കോൺഗ്രസിന് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, അത് CMBക്ക് നൽകണം എന്ന നിലപാട് VD സതീശൻ സ്വീകരിക്കുന്നു. അതാണ് തിരുവനന്തപുരത്തെ നേതാക്കൾക്ക് വലിയ അതൃപ്തിയുള്ളത്. പ്രത്യേകിച്ച് VS ശിവകുമാർ എന്ന് പറയുന്നത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. അദ്ദേഹത്തെ പോലെ ഒരാൾ മുമ്പ് മത്സരിച്ച് തുടർച്ചയായി 2 തവണ വിജയിച്ച സീറ്റിൽ എന്തുകൊണ്ട് മുതിർന്ന നേതാക്കളുമായി ആലോചിക്കാതെ ഇങ്ങനെ CMBക്ക് ഉറപ്പ് നൽകി, CP ജോണിന് ഉറപ്പ് നൽകി എന്ന ചോദ്യമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടുക, വിജയിക്കുക എന്നൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ അതിനു മുമ്പ് തന്നെ കോൺഗ്രസിലും UDFലും വലിയ തരത്തിലുള്ള ചേരിപ്പോരും തമ്മിലടിയുമാണ് തിരുവനന്തപുരത്ത് ഉടലെടുത്തിരിക്കുന്നത്. ഷമ്മി, തിരുവനന്തപുരം സെൻട്രൽ സീറ്റിനായി കോൺഗ്രസിനുള്ളിൽ പിടിവലി, അവിടേക്ക് കടന്നുവരാൻ CP ജോണിന്റെ വലിയ ശ്രമം, അതിന് പിന്തുണ നൽകി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ത്രിപുരാണ് വിശദാംശങ്ങൾ നൽകിയത്.